ഒരു ഉപയോഗമാണ് കാണിക്കുന്നത്. ലീഷ് ചെയ്യുമ്പോൾ ഡോഗ് എങ്ങനെ ആയിരിക്കണം, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡോഗ് ലീഷുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള. അപ്പം നമ്മൾ റെഫറൻസ് പോയിന്റ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഡോഗിനെ പഠിപ്പിക്കുന്നത്. ബോയ് പ്ലീസ്, നമ്മൾ അവിടെ ഇരുത്തിക്കണം അവനെ. നമ്മൾ ആ ഇരുന്നതിന് നമ്മൾ കുറച്ച് അവനിപ്പോൾ ട്രീറ്റ് കൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ട്രീറ്റ് വെച്ചുള്ള ഞാൻ പറയുന്നത്, ഞാൻ അവന് ഇച്ചിരി ട്രീറ്റ് കൊടുത്തു, മനസ്സിലാക്കി വെച്ചു നീ ചെയ്ത കാര്യം നല്ല കാര്യമാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ ലീഷ് പിടിക്കുക. ഇങ്ങനെ ലീഷ് ഇടാൻ പറ്റത്തില്ലായിരുന്നു, വലിയ പാടായിരുന്നു. എന്നിട്ട് ഈ ലീഷ് എപ്പോഴും നമ്മൾ നമ്മൾ ഈ കോളർ ബെൽറ്റ് ഇല്ലേ, നമ്മൾ ടോപ്പിലോട്ടാക്കണം. അതിങ്ങനെ ബാക്കിലോട്ട് പോകാൻ പാടില്ല. 3 പൊസിഷൻ ഉണ്ട് നെക്കിൽ. ആ 3 പൊസിഷനിൽ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഹൈ നെക്ക് എന്ന് പറയും, സെൻറ്റർ മിഡിൽ നെക്ക്, ലോ നെക്ക്. സാധാരണ ആൾക്കാരെല്ലാം ലോ നെക്കിലിട്ടാണ് വലിക്കുന്ന. ഈ ലീഷിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ നയിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങളായിട്ടാണ് ലീഷിനെ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ അവനെ നയിക്കാൻ പോവാം. നയിക്കാനായിട്ട് ഞാൻ ലീഷ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിലോട്ടാണ് പുള്ളി ചെയ്യുന്ന. അവനെ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കിടന്ന് അഭ്യാസം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് കറക്റ്റ് പൊസിഷനിലാണെങ്കിൽ അവരിങ്ങനെ ബിഹേവ് ചെയ്യത്തുള്ളൂ. ഈ ടോപ്പ് പൊസിഷനിലായിരിക്കണം അത്. ഇതിനെ നയിക്കുക. ഞാൻ ഇങ്ങനെയാ വലിക്കുന്നത്. ഗുഡ് ബോയ്. നമ്മൾ അവന് പ്രൈസിങ്ങും കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെയ്ത ഈ എസ് എന്ന് പറയുമ്പോൾ നമ്മളതിന് കടിച്ച് വാങ്ങാൻ പാടില്ല. നമ്മൾ എസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നു. നമ്മൾ എസ് കണ്ട ആ കമാൻഡ് കൊടുത്തേ ചെയ്യിക്കാവൂ. ഗുഡ്. ലീഷ് ഇടുമ്പോൾ എപ്പോഴും അവർ ഹാപ്പി ആവണം. അല്ലാതെ നമ്മളെന്തോ അവരെ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യത്തിന് ലീഷ് ഇടുമ്പോൾ അവർ ലീഷ് കടിക്കുക, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ലീഷ് എപ്പോഴും അവർക്ക് ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു ഫുഡ് ക്രേസ് ആയിട്ടുള്ള ഡോഗ്, അതിപ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുത്ത് തന്നെ ചെയ്യിക്കണം. ട്രീറ്റ് റിവാർഡായിട്ട് എടുത്ത് തന്നെ ചെയ്യിക്കണം. ഓക്കെ പ്ലീസ്. ആ ലീഷിൽ നമ്മൾ ലീഷ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ഈ ഹൈനെക്കിൽ ഇടുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡോഗിനെ. ഇനി ഈ ലോ നെക്കിൽ ഇട്ടൊരു പരിപാടി ഞാൻ കാണിച്ചത്, ഏറ്റവും താഴെയുള്ള ഭാഗം നമ്മളെ ഷോൾഡറിനോട് ചേർന്നുള്ള ഭാഗത്ത് ലീഷ് കിടക്കുമ്പോൾ ഡോഗ് ബിഹേവ് ചെയ്യുന്നത്, അതായത് പൊതുവേ എല്ലാവരും ലീഷ് വാക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു തെറ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഇടുക. അപ്പം ഈ ഡോഗ് ഇതേണക്ക ഫുഡ് പോലെയാണ് ഈ മറ്റു കാര്യങ്ങളെ മണത്ത് നമ്മളെയും വലിച്ചുകൊണ്ട് റോഡുകളിൽ നടക്കുന്നത്. ഞാൻ അവൻ്റെ ഇഷ്ടമുള്ള പ്ലേസിൽ വെച്ച് ഫുഡ് ഇടുക. കണ്ട വലിക്കുന്നുണ്ടോ? കണ്ട, ഇത് ഡോഗ് നമ്മളെ ലീഡ് ചെയ്യുന്ന. അപ്പോൾ ഈ ലീഷിൻ്റെ പൊസിഷൻ നോക്കി ഇങ്ങനെ നിൽക്കുന്ന. അപ്പോൾ ലീഷ് പുള്ളിയുമ്പോൾ ലീഷിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഡോഗിനെ പുള്ളിയുമ്പോൾ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ലീഡ് ചെയ്യുന്ന പൊസിഷൻ എപ്പോഴും അങ്ങനെ ഫ്രണ്ടിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഫ്രണ്ടിലാണ് വരുന്നത്. ഇനി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളെന്തേ സ്ട്രെയിറ്റ് ആയി കൈ ഞാൻ പൊക്കിയിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആ കൈ പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേ സ്റ്റോപ്പ് ആയിരിക്കും ഡോഗ്. ഇനി മറ്റൊരു കാര്യം, ലീഷിനകത്ത് റീഡയറക്ഷൻ എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇടുന്ന തീറ്റ ഒരു പട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവനെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആയിക്കോട്ടെ, അപ്പോൾ അതിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ നേരത്ത് റീഡയറക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. യെസ്, ഗുഡ് ബോയ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ട്രീറ്റ് കൊടുക്കും. വീണ്ടും ഞാൻ ഒന്നും കൂടെ ആ പട്ടിയുടെ മുമ്പ് കൂടെ കൊണ്ടുപോകാൻ പോവാം. നോ, യെസ്, ഗുഡ് ബോയ്. കണ്ട, ഈ രീതിയിൽ നമുക്കതിനെ റീഡയറക്ഷൻ ചെയ്യാം. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഒഴിവാക്കും. ഇനിയും ഞാൻ കൊണ്ടുപോവാം. അപ്പോൾ അവന് മനസ്സിലായി അവിടെ എല്ലാം കിട്ടാൻ പോകുന്നത് എൻ്റെ അടുത്താണ് കിട്ടാൻ പോകുന്നത്. യെസ്, ഗുഡ് ബോയ്. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ള വിശദീകരണം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.